ക്യാപ്റ്റൻ രോഹിത് ശർമ്മയിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കുറച്ചും കൂടി മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ വെളിപ്പെടുത്തുകയുണ്ടായി. എപ്പോഴും 25-30 റൺസൊക്കെ നേടി രോഹിത് ശർമ്മയ്ക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഗവാസ്കർ ഉന്നയിച്ചു. ഓപ്പണറായി ഇറങ്ങുന്ന രോഹിത് ശർമ്മ 25 ഓവർ വരെയെങ്കിലും ക്രീസിൽ തുടരുവാൻ കൂടുതൽ ശ്രമിക്കണം. രോഹിത് പെട്ടെന്ന് പുറത്താകുന്നത് ടീമിന്റെ പ്രകടനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ടീം ഇന്ത്യക്ക് എതിരാളികളിൽ നിന്ന് മത്സരം തട്ടിയെടുക്കാൻ രോഹിത് ദൈർഘ്യമുള്ള ഇന്നിംഗ്സുകൾ കളിച്ചാൽ മാത്രം മതിയാകുമെന്നാണ് സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ബാറ്റർ എന്ന നിലയിൽ 25-30 റൺസ് ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് സന്തോഷമായി നിൽക്കാൻ സാധിക്കുമോ? അത് പറ്റില്ലെന്നാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. അതിനാൽ ഞാൻ അദ്ദേഹത്തോട് ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്. 25 ഓവർ രോഹിത് ശർമ്മ ബാറ്റ് ചെയ്താൽ അത് ടീമിൽ ഉണ്ടാക്കുന്ന സ്വാധീനം യഥാർത്ഥത്തിൽ വളരെ വലുതായിരിക്കും എന്നതിൽ സംശയം വേണ്ട. 25 ഓവറിൽ രോഹിത് ബാറ്റ് ചെയ്യുമ്പോൾ സ്കോർ 180-200 റൺസിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. കുറച്ച് വിക്കറ്റുകൾ മാത്രമാണ് അപ്പോൾ നഷ്ടമായതെന്ന് കരുതുക. എന്താണ് പിന്നീട് സംഭവിക്കുക? 350-ഉം അതിന് മുകളിലുമൊക്കെ സ്കോർ ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്യും. രോഹിത് ഇതിനെക്കുറിച്ച് കാര്യമായി തന്നെ ചിന്തിക്കണം. എതിരാളികളിൽ നിന്ന് മത്സരം തട്ടിയെടുക്കുന്ന തരത്തിലുള്ള സ്വാധീനമായിരിക്കണം രോഹിത് ശർമ്മയിൽ നിന്നും ശരിക്കും ഉണ്ടാകേണ്ടതെന്നും സുനിൽ ഗവാസ്കർ പറയുകയുണ്ടായി. ചാമ്പ്യൻസ് ട്രോഫിയിൽ 4 മത്സരങ്ങളിൽ വലിയൊരു സ്കോറിൽ എത്തിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ബംഗ്ലാദേശിനെതിരെ നേടിയ 41 റൺസാണ് ടൂർണമെന്റിൽ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്നത്. പിന്നീടുള്ള മത്സരങ്ങളിൽ 20, 15, 28 എന്നിങ്ങനെയുള്ള പ്രകടനങ്ങളായിരുന്നു രോഹിത്തിൻ്റേത്.